ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് സ്വന്തം വീടായി മാറിക്കഴിഞ്ഞു കേരളം. ഈ നോമ്പ് കാലത്തും സാഹോദര്യത്തിന്റെ സന്ദേശം നൽകുകയാണ് അതിഥി തൊഴിലാളികൾക്കായി മലയാളികൾ ഒരുക്കുന്ന ഇഫ്താർ. ഇതര സംസ്ഥാന തൊഴിലാളികളെ ഇരുകൈയും നീട്ടി സ്വീകരിച്ച എറണാകുളം പെരുമ്പാവൂരിലെ നോമ്പുതുറ വിശേഷങ്ങൾ കാണാം. अच्छा है भैया, बहुत अच्छा है। इधर में रोज़ा खोलने के लिए मैं इधर में ही आता है। इधर में अभी PDF का मिलता है और बाकी उधर में बार शॉप में मैं काम करता है पेरम्बोर में, उधर में ही है। इधर में 3 साल हो गया, 3 साल में इधर में आया। हाँ 3 साल इधर का, 3 साल रोज़ा इधर में खोला। इधर में PDF पर वही मिलता है. റമദാൻ മാസത്തിൽ നോമ്പു തുറക്കാൻ മദീന മസ്ജിദിലെത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ വയറു മാത്രമല്ല മനസ്സും നിറച്ചേ ഇവിടെ നിന്ന് പോകാറുള്ളൂ. ചുട്ടുപൊള്ളുന്ന വെയിലത്ത് പണിയും കഴിഞ്ഞ് റോജ തുറക്കാൻ എത്തുന്നവരെ കാത്ത് പെരുമ്പാവൂർ മദീന മസ്ജിദിലെ ഇടിയപ്പവും ബീഫും തയ്യാറാണ്. പെരുമ്പാവൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം മദീന മസ്ജിദ് എന്ന പള്ളിയിലാണ് ഈ ചെറിയ ഇഫ്താർ ഒരുക്കുന്നത്. നോമ്പ് തുറക്കാൻ എത്തുന്ന ആരും ഇവിടെ നിന്ന് നിരാശയോടെ മടങ്ങേണ്ടി വന്നിട്ടില്ല. अच्छा भी पे खाने के लिए अच्छा लगता है, फुल टाइम आता है इधर और रोज़ा रखते हैं ना, दूसरी जगह में जाएगा नहीं, इधर ही आएगा इंशाल्लाह. കഴിഞ്ഞ 35 വർഷമായി ഈ അവിടെ നമസ്കാരം തുടങ്ങിയിട്ട് അതിന് സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്. ജുമാക്ക് ഏതാണ്ട് 400-500 ആളും പങ്കെടുക്കുന്നുണ്ട്. വായ്മാർ അധികമുള്ള സ്ഥലമാണ്. 150 കടക്കാരുണ്ട്. എല്ലാവരും ഒരു 300 ആൾക്കാരെങ്കിലും ഇവിടെ നോമ്പ് തുറക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 7 വർഷമായിട്ട് അവർക്ക് ഭക്ഷണവും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് ഈ പ്രവർത്തനം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടൗണിൻ്റെ ഹൃദയഭാഗത്ത് കെട്ടിലും മട്ടിലും ഭാവത്തിലും രൂപത്തിലും ഒരുപാട് പോരായ്മകളുണ്ടെങ്കിലും അതിൻ്റെ പരിമിതികൾക്കുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ചെറുകിട കച്ചവടക്കാർ, മറ്റ് ജില്ലകളിൽ നിന്നുള്ള കടകളിലെ ജീവനക്കാർ, സംസ്ഥാന ജീവനക്കാർ, യാത്രക്കാർ തുടങ്ങിയ ഒട്ടനവധി പേർക്ക് ഈ സ്ഥാപനം ഒരു അത്താണിയാണ്, ഒരു ആശാകേന്ദ്രമാണ്. റമദാനിൽ 30 ദിവസവും നോമ്പ് തുറ ഇവിടെ സജീവമാണ്. ഇഫ്താറിനും നമസ്കാരത്തിനും ശേഷം അല്പം കുശലാന്വേഷണങ്ങളും നടത്തിയ ശേഷമേ ഇവർ ഇവിടെ നിന്ന് മടങ്ങാറുള്ളൂ. വിശക്കുന്നവന്റെ മതം മനുഷ്യത്വമല്ലാതെ മറ്റെന്താണ്? ഒത്തുചേരലിൻ്റെ മാസം കൂടിയാണ് റമദാൻ മാസം. എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കുന്നതും ആ മാസത്തിൻ്റെ പുണ്യമേന്മ കൂട്ടുന്നതിൽ പ്രധാനമാണ്. കൊച്ചിയിൽ നിന്നും ക്യാമറ പേഴ്സൺ ജിബിനോടൊപ്പം ഇസ്സത്ത് സുൽഫിക്കർ, ന്യൂസ് മലയാളം.